നിർഭാഗ്യമെന്നല്ലാതെ ഇതിനെ എന്താണ് പറയുക? കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച സ്റ്റാർട്ടല്ല ഈ ഒരു 2025-26 ഫുട്ബോൾ ISL സീസണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 7 കളികളിൽ നിന്നും 6 തോൽവിയും ഒരു സമനിലയും വെച്ച് കോച്ചിനെ വരെ പുറത്താക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങിപ്പോയ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന പരിശീലകൻ്റെ കടന്നുവരവോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റെലിഗേഷനിൽ നിന്ന് ഒരു സമാധാന ആശ്വാസം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്ന 4 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും ഒരു സമനിലയും അവസാന 3 കളിയുടെ അൺബീറ്റൻ സ്ട്രീക്കുകളും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ട് വരികയാണ്. അങ്ങനെ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് പരിക്ക് ഒരു വലിയ വില്ലനായി വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 3 താരങ്ങൾക്കാണ് നിലവിൽ പരിക്ക് ഉള്ളതായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം ആശങ്ക തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സ്റ്റാർട്ടിംഗ് 11-ലൊക്കെ തന്നെ പ്രധാന സാന്നിധ്യമായിട്ടുള്ള 2 താരങ്ങളും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ താരം എന്ന് പറയുന്നത് അമാവിയാണ്. അദ്ദേഹത്തിൻ്റെ സീസൺ ഫുള്ള് തന്നെ ഇനി കളിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. മറിച്ച് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ലുള്ള 2 താരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള മൊറോക്കൻ താരം കരീം ബെനാരിഫാണ്. ഇദ്ദേഹത്തെക്കുറിച്ചാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ അവസാന 3 കളികളിലും 2 വിജയത്തിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള താരമാണ് കരീം ബെനാരിഫ്. വളരെ മികച്ച രീതിയിൽ ഇദ്ദേഹം വന്ന ശേഷമാണ് ഷേക്കായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു മിഡ്ഫീൽഡിനെ വളരെ കാമായിട്ട് ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുവാനായിട്ടും ബോൾ റിക്കവറിക്കും മികച്ച ത്രൂ ബോളുകളിലേക്കും അതോടെ തന്നെ മികച്ച ക്രോസുകളിലേക്കും എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ മികച്ച ടീം പ്ലേയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് കരീം ബെനാരിഫിന് സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഡാനിഷ് ഫാറൂഖിനെ വരികയാണെങ്കിൽ ഒരു മിഡ്ഫീൽഡർ റോളിൽ അത്ര തിളങ്ങുവാൻ സാധിക്കാതിരുന്ന ഡാനിഷ് ഫാറൂഖ് ഡിഫൻസീവ് റോളിൽ തൻ്റെ ഡ്യൂട്ടി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന അവസാന 3 മത്സരങ്ങളിൽ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് 2 താരങ്ങൾക്കും ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇവർക്ക് വേണ്ടി മെഡിക്കൽ ടീം ഫുൾ പ്രയത്നങ്ങളും നടത്തുന്നുണ്ടെന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇവർ 2 പേരും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാന താരങ്ങളാണ്. ഇവരുടെ സാന്നിധ്യം ഒരു പക്ഷേ വരുവാനായിട്ട് പോകുന്ന വ്യാഴാഴ്ച നടക്കുവാനായിട്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇത് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്നൊരു കാര്യമാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട താരങ്ങളാണ്. ഒന്നാമത് തന്നെ ബ്ലാസ്റ്റേഴ്സ് റെലിഗേഷൻ സോണിൽ നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടീമിനെ ആ ഒരു സ്കോഡിനെ അല്ലെങ്കിൽ ആ ഒരു പ്ലേയിങ് 11-നെ മാറ്റി പരീക്ഷിക്കുവാനായിട്ട് ഇനിയും ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഒരിക്കലും ശ്രമിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിലവിൽ താരങ്ങൾക്ക് പരിക്ക് പറ്റുന്നത്. ഇത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തലവരയിലുള്ള സാധനമായിരിക്കും ഈ പരിക്കെന്ന് പറയുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ സീസൺ തൊട്ട് ഇന്നേ വരെ പലപ്പോഴും പരിക്ക് കൊണ്ട് മാത്രം പല മത്സരങ്ങളിലും കൈവിട്ടു പോയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സാണ്. ആ ചരിത്രം ഈ സീസണിലും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. അത് ഇത്രയും മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പരിക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിക്കുകൾ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ വലട്ടുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താരങ്ങളുടെ പരിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാവട്ടെ, അവർ മത്സരങ്ങളിലേക്ക് അല്ലെങ്കിൽ കളികളിലേക്ക് തിരിച്ചു വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.